ഗഡിയോളെ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം കേട്ടാ. അതായത് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാം ജുമേറയിലുള്ള അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന 7 സ്റ്റാർ ഹോട്ടൽ, അതുപോലെ പാം റോയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്. 2 ഹോട്ടൽ സമുച്ചയങ്ങളാണ്. അതുകൂടാതെ മോണോറെയിൽ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതായത് ഇവിടുത്തെ ഈ സീനിക് ബ്യൂട്ടി, അതായത് ഈ പാം ജുമേറയുടെ ഒരു സ്വല്പം ഒരു ഏരിയൽ വ്യൂ, വലിയ ഏരിയൽ വ്യൂ കിട്ടില്ല മോണോറെയിലാകുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യൂവും കിട്ടാവുന്ന ഒരു സംഗതിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ നേരെ ബാക്കിൽ കാണുന്ന ഹോട്ടലാണ് റോയൽ. അതുകൂടാതെ അറ്റ്ലാന്റിസും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം, വരൂ. ദുബായിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ജുമേറ റോഡ് പിടിച്ച് വരുമ്പോൾ പാം ജുമേറ എന്ന ബോർഡ് നോക്കി വരികയാണെങ്കിൽ നമ്മൾ നേരെ ചെന്ന് കയറുന്നത് അതിൻ്റെ പാം ജുമേറയുടെ സ്റ്റമ്മിലേക്കാണ്. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ ഒരു ടണലുണ്ട്. ആ ടണൽ കഴിഞ്ഞ് കയറുന്നത് അറ്റ്ലാന്റിസും അതുപോലെ പാം റോയൽ എന്ന് പറയുന്ന ഹോട്ടൽ സമുച്ചയത്തിൻ്റെ മുന്നിലേക്കാണ്. ഇതാണ് ഇതിൻ്റെ എൻ്റയർ സ്ട്രക്ചർ ഈ പ്രോജക്റ്റിൻ്റെ. അതുപോലെ മോണോറെയിലിൽ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ 2ാമത്തെ ഡെക്കിലാണ് മോണോറെയിൽ. ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് മോണോറെയിൽ. ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. 24 ദിർഹമാണ് അപ്പ് ആൻഡ് ഡൗൺ. അതായത് 3 സ്റ്റേഷനാണുള്ളത്. 3 സ്റ്റേഷനിലും നമുക്ക് പോയിട്ട് തിരിച്ചു പോരാം. ഇതാണ് ഇതിൻ്റെ മോണോറെയിൽ നിന്നുള്ള ബ്യൂട്ടി. വളരെ മനോഹരമായ രീതിയിലാണ് ഈ പാം ജുമേറ എന്ന ഈ പ്രൊജക്റ്റ് അവർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കടൽ തൂർത്ത്, അതായത് മണ്ണും കല്ലും ഇട്ട് കടൽ തൂർത്ത് കെട്ടിപ്പൊക്കിയ ബീച്ചുകളിൽ പണിത് വെച്ചിട്ടുള്ള വീടുകളും അതുപോലെ സമുച്ചയങ്ങളുമാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കി. നല്ല രസമായ രീതിയിൽ മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് വീടുകൾ പണിത് ആളുകൾക്ക് വാസയോഗ്യമായ രീതിയിൽ അണിയിച്ചൊരുക്കി വെച്ചിരിക്കുന്നു. എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഓരോ വീടുകളും അതിൻ്റേതായ ഭംഗിയിൽ അവർ നിർമ്മിച്ചു വെച്ചിരിക്കുന്നു. കണ്ട് ആസ്വദിക്കാനും അതുപോലെ പൈസയുള്ളവർക്ക് മേടിച്ചതിൽ താമസിക്കാനും സാധിക്കും. വളരെ ലോങ്ങിൽ നിങ്ങൾക്ക് ദുബായിയുടെ ചെറിയൊരു ഇത് കാണാം. അതുപോലെ ഇപ്പോൾ ഇത് ബുർജ് അൽ അറബ് എന്ന് പറയുന്ന ഹോട്ടലാണ് അകലെ കാണുന്നത്. കൊച്ചു കൊച്ചു ദ്വീപുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്ത് മനോഹരമായ രീതിയിലാണ് അവർ കടൽ തീരത്തെ അണിയിച്ചൊരുക്കി വെച്ചിട്ടുള്ളത്. വിനോദസഞ്ചാരികൾക്ക് എന്തുകൊണ്ടും ആസ്വദിക്കാൻ പറ്റാവുന്ന രീതിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ദുബായ് അണിയിച്ചൊരുക്കി വെച്ചിരിക്കുന്നു. ഈ കാണുന്ന വ്യൂ ആണ് അറ്റ്ലാന്റിസിൻ്റെ മോണോറെയിലിൽ നിന്നുള്ള വ്യൂ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ദുബായ് സത്യം പറഞ്ഞാൽ വേൾഡ് ടൂറിസം മാപ്പിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. എന്ത് മനോഹരമായ രീതിയിലാണ് എല്ലാ കൺസ്ട്രക്ഷനും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർ സെറ്റപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആക്യുറസി, അതാണ് ഇമ്പോർട്ടൻസ്. ഈ മോണോറെയിൽ ചെന്ന് നിൽക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലാന്റിസിനോടനുബന്ധിച്ച് തന്നെ ഒരു അക്വ വെഞ്ചർ എന്ന് പറയുന്ന ഒരു വാട്ടർ തീം പാർക്ക് ഉണ്ട്. അതിനോടടുത്താണ് ഈ മോണോറെയിലിൻ്റെ സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണുന്നതാണ് പാം റോയൽ എന്ന് പറയുന്ന ഹോട്ടൽ. അതുപോലെ ഇത് ദുബായ് ബലൂൺ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഈ പച്ചപ്പ് കാണുന്ന ഏരിയയിലാണ് അവർ ഈ അക്വ വെഞ്ചർ വാട്ടർ തീം പാർക്ക് എന്ന് പറയുന്ന സംഗതി സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അനേകായിരം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വർഷം തോറും വന്ന് ആസ്വദിക്കുന്ന വാട്ടർ തീം പാർക്ക് വളരെ ഭംഗിയായാണ് ഈ ചുരുക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ലൈറ്റൊക്കെ ഇട്ട് ഈ അറ്റ്ലാന്റിസും അതുപോലെ പാം റോയലൊക്കെയും കാണാനുണ്ടൊരു ഭംഗി. കണ്ട് നിന്ന് പോകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് വേൾഡ് ബ്രാൻഡ് പ്രൊഡക്റ്റുകളുടെ ഷോറൂമുകൾ ഇവിടെ അണിയിച്ചൊരുക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ചെറിയൊരു അക്വേറിയം ഈ അറ്റ്ലാന്റിസ് ഹോട്ടലിനുള്ളിലും അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ അത് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ പാം റോയൽ എന്ന് പറയുന്ന ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെയാണ്. എന്ത് രസമായ രീതിയിലാണ് അത് തീപ്പെട്ടി കൂടെ അടക്കി വെച്ച പോലെ പണിത് വെച്ചിരിക്കുന്നതെന്ന് നോക്കി. കണ്ടു നിന്ന് ആസ്വദിക്കാൻ തോന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുതന്നെയാണ് അതിൻ്റെ ബ്യൂട്ടി. പോരാത്തതിന് ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന ഈ കടൽ തീരം. എന്തിനധികം ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ രാത്രികാലങ്ങളിൽ ലൈറ്റൊക്കെ ഇട്ട് ഭംഗിയായി വെച്ചിരിക്കുന്നു. കൂടാതെ കടലിൽ ആഡംബര കപ്പലുകൾ സഞ്ചാരം നടത്തുന്ന വിനോദസഞ്ചാരികൾ
ഇതൊക്കെയാണ് ഇതിൻ്റെ ഭംഗി. ഇത്രയുമാണ് എനിക്ക് ഈ 3 കാര്യത്തെക്കുറിച്ചും പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കാണാനുണ്ടെങ്കിൽ കമൻറ്റിൽ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.